മിസ്റ്റർ ഏലിയാസ് പാറയിലിൻ്റെ മെസ്സേജിൽ നിന്നും വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഇപ്പോഴത്തെ പാത്രിക്കീസ് ബാബയെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ പാത്രിക്കീസ് ബാബ തെറ്റ് ചെയ്തപ്പോൾ നമുക്ക് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ? ഞാൻ ഉൾപ്പെടെയുള്ള ഈ വ്യക്തിയും മറ്റുള്ള എല്ലാവരും അൽമായരല്ലേ? ഏത് പുസ്തകത്തിൽ അല്ലെങ്കിൽ ഏത് ബുക്കിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു അൽമായന്, ഒരു അഭിഷിക്തനെ ശിക്ഷിക്കാനായിട്ടുള്ള റൈറ്റ്? ഒരിടത്തും പറഞ്ഞിട്ടില്ല. അഭിഷിക്തൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് വ്യക്തമായി ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു അഭിഷിക്തൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷിക്തനെ ശിക്ഷിക്കുന്നത് വെറും ഒരു അൽമായനല്ല, അദ്ദേഹത്തിന് ശിക്ഷിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ് ഒരു അഭിഷിക്തൻ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാരായിരുന്നാലും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിശുദ്ധ കുർബാന ക്രമത്തിലെ 1-ാം തുബദനിൽ ഒരു ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാനും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാനുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിക്കീസായ അബൂന്മാർ ഇഗ്നാത്യൂസിന് വേണ്ടിയും പിന്നെ നമ്മുടെ മറ്റുള്ള പിതാക്കന്മാരുടെ പേരുകൾ എഴുതുന്നുണ്ട്. അത് ജീവനോടിരിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. അത് ഒന്നുകൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആ ഒരു വാക്ക്: ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിക്കീസായ, വെളിയിലുള്ളതെന്നല്ല പറയുന്നത്, നമ്മുടെ പാത്രിക്കീസായ. അത് ആരാൽ നിലനിർത്തപ്പെട്ടു പോരുന്നു? ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ അൽമായരായി വെറും സാധാരണ മനുഷ്യരായ നമുക്ക് എങ്ങനെ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന ഒരു അഭിഷക്തന്റെ മേലെ വിരലി ഉണ്ടാനുള്ള റൈറ്റ് ഉണ്ടോ? നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? നമുക്ക് ഭരിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? നമുക്ക് അനുസരണക്കേട് കാണിക്കുവാനുള്ള റൈറ്റ് ഉണ്ടോ? അനുസരണക്കേട് കാണിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് സ്വയം ഒന്ന് ആലോചിച്ചാൽ നല്ലത്. അതുപോലെ തന്നെ ജ്ഞാനായക്കാരുടെ ഒരു പുരാതനപ്പാട്ട് പുസ്തകമുണ്ട്. സമയം കിട്ടുമ്പോൾ അദ്ദേഹം അത് നോക്കിയാൽ നല്ലത്. അതിൻ്റെ അകത്തൊരു ലൈനുണ്ട്: നമ്മുടെ പിതാക്കന്മാർ AD 345 ഉറഹായിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് പോന്നപ്പോൾ അവിടെ നിന്നും പോരുമ്പോൾ ഒരു പാട്ടുണ്ട്: ബാബായുടെ കൽപ്പനയാലേ പുറപ്പെട്ടു, യാത്ര വീതിച്ചു, അനുവാദവും വാങ്ങി. ബാബായുടെ കൽപ്പനയാലെയാണ് പുറപ്പെട്ടത്. കൽപ്പനയാലെ പുറപ്പെട്ടപ്പോൾ അവരെന്താണ് ചെയ്തത്? തങ്ങളിൽ അൻപോടെ തഴുകുന്നു, മാർവത്തു കണ്ണുനീർ മാറും നനയുന്നു, തമ്പൂരാനല്ലാതെ ഇല്ലോരു സാക്ഷിയും, മക്കളെ കാണുവോ ഹിന്ദുവിൽ പോയാലും, ബന്ധങ്ങൾ വേർപെടാതോർക്കേണം എപ്പോഴും, ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം എപ്പോഴും, തമ്പുരാൻ അല്ലാതെ യാതൊരു സാക്ഷിയും ഇല്ല. അപ്പോൾ ബാബ പറഞ്ഞു വിടുന്നത് ഒരു വാക്കാണ്: തമ്പുരാൻ മാത്രമേ ഉള്ളൂ നമ്മളോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരാൽ പരസ്പരം മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് ആണ് അവരെ യാത്ര അയക്കുന്നത്. പ്രാർത്ഥനയോടുകൂടിയാണ് യാത്ര അയക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ലൈൻ വ്യക്തമായി പറയുന്നു: ബാബായുടെ കൽപ്പനയാലേ. ഈ കൽപ്പനകളല്ലേ ഇന്ന് 2024 നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള പള്ളികളിൽ ഈ കാര്യങ്ങളൊന്നും തിരിച്ചറിവില്ലാത്ത നമ്മുടെ ജനം അല്ലേ കത്തിച്ചു കളഞ്ഞത്? എത്രയോ മോശപ്പെട്ട കാര്യം. അനുഗ്രഹം ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു വാക്ക് പറയാൻ പറ്റുമോ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ? അപ്പോൾ നമ്മുടെ ഇത്തരമുള്ള മെസ്സേജുകൾ നമ്മുടെ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും കേൾക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളെ ശരിക്കും ഡൈവേർട്ട് ചെയ്ത് നമ്മളെ ശരിക്കും റോങ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ കൊണ്ടുപോകുന്ന ഇത്തരം മെസ്സേജുകൾ കേട്ട്, ജ്ഞാനായക്കാരുടേതല്ലാതായിട്ടുള്ള ചരിത്രങ്ങൾ വിളമ്പുന്ന ഇത്തരം മെസ്സേജുകൾ കേട്ട് നമ്മൾ തെറ്റിപ്പോകാതിരിക്കുക. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറയുന്നുണ്ട്.
നമുക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തർക്കും ഇത്തരം നമുക്ക് തന്നിരിക്കുന്ന ഓരോ കൽപ്പനകളും, നമുക്ക് തന്നിരിക്കുന്ന ഓരോ സൂക്തങ്ങളും നമുക്കത് മനസ്സിലാക്കുവാനായിട്ടുള്ള ആ ഒരു പരിജ്ഞാനം നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാ പട്ടക്കാർക്കും, മേൽപ്പട്ടക്കാർക്കും, ശമാശമാർക്കും, എല്ലാ സുവിശേഷ പ്രവർത്തകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനാണെന്നറിയാവോ? വിക്കനായ മോശയുടെ നാവോടുകൂടിയിരുന്ന ദൈവം, അങ്ങനെയാണ് ആ തിരുവചനത്തിൽ പറയുന്നത്. മോശ പറഞ്ഞു, കർത്താവെ, എനിക്ക് ഈ ജനമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ, അവർ ശാഠ്യരുള്ളവരാണ്, നിർബന്ധ ബുദ്ധിയുള്ളവരാണ്, അവരെ ഭരിക്കുവാനായിട്ട് എനിക്ക് ശക്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് അവരെ നിർത്തുവാനായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള ഒരു വാക്സാമർത്ഥ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ നാവോടുകൂടി ഞാനിരിക്കുമെന്നാ പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ പട്ടക്കാർക്കും, മേൽപ്പട്ടക്കാർക്കും, ശമാശന്മാർക്കും അവരെപ്പോഴെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവർ പ്രീച്ച് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനം എടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യുവാൻ, അതിൽ അവർ ജനങ്ങൾ ബലപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ ഒരു തിരുവചനമാണ് അതിൻ്റെ ആധാരം. താങ്ക് യു.